ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പൊന്നോ, എന്ത് രസമുള്ള ഒരു അടീനിയം പ്ലാന്റും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ടോ, നിങ്ങളെല്ലാവരും വന്ന് കണ്ടേ. അത്ര സൗന്ദര്യമുള്ള നല്ല അടിപൊളി സുന്ദരി കുട്ടിയായിട്ടുള്ള ഒരു അടീനിയം പ്ലാന്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇവളുടെ ഭംഗിയെക്കുറിച്ച് പറയാൻ എനിക്കറിയത്തില്ല, അത്ര ഭംഗിയാണ് ഈ പൂവിന്. അടീനിയം പ്ലാന്റ് എനിക്കുള്ളതിൽ ഏറ്റവും ചെറിയ പ്ലാന്റാണ് ഈ അടീനിയം. പ്ലാന്റിനൊരു പക്ഷെങ്കിൽ പ്രായമുണ്ട്, പക്ഷെ ചെറിയൊരു പ്ലാന്റും ഏറ്റവും ചെറിയ പൂവുണ്ടാകുന്ന അടീനിയമാണിത്. എനിക്കുള്ള അടീനിയം പ്ലാന്റിൽ ഏറ്റവും കുഞ്ഞു പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റോസപ്പൂവിൻ്റെ വലിപ്പമേ ഉള്ളൂ ഈ അടീനിയം പ്ലാന്റ്. ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി അടുത്ത് നിന്നെടുക്കുന്നുണ്ട് അല്പം വലിപ്പം തോന്നിക്കുമെങ്കിലും ഇവളാൾ ഒരു കുഞ്ഞു പൂവാണ് കേട്ടോ. ആദ്യം ഞാൻ ഓർത്തു, ഇതെന്നെ എടുക്കാനാ ഈ ഫോട്ടോ, ഈ പ്ലാന്റിനെ കുറിച്ച് എന്താ പറയേണ്ടത്, ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ക്യാമറ കണ്ണുകളെ പോലും അതിശയിപ്പിക്കുന്നതായ കളറും ഭംഗിയുമാണ് ഫോട്ടോ എടുത്തപ്പോഴും വീഡിയോ എടുത്തപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടത്. വലിയ അടീനിയം പൂക്കൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞു പൂവിനെ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം അത്രയ്ക്കുള്ള ആ വലിപ്പമേ ഉള്ളൂ അതിന്. ഒരു നഴ്സറി ചെന്നപ്പോൾ ഞാൻ കണ്ടപ്പം അതിനെ എൻ്റെ കൂടെ കൂട്ടിയതാണ് കേട്ടോ. അന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത് മുരടിച്ച് നിൽക്കുന്ന ഒരു അടീനിയമാണല്ലോ എന്ന് അതിൻ്റെ ഇലകളൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നി. പക്ഷേ അത് മുരടിച്ചതൊന്നുമല്ലായിരുന്നു, നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു. അപ്പോഴാ പുള്ളി എന്നോട് പറഞ്ഞത്, ചേച്ചി ഇത് മുരടിപ്പൊന്നും ഉള്ളതല്ല, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അടീനിയമാണ് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയോട് കുറേ നേരമൊക്കെ തർക്കിച്ചൊക്കെ നിന്നു. കാരണം എനിക്ക് ഇച്ചിരി വില കുറച്ചും കിട്ടണമായിരുന്നേ അതിന് വേണ്ടിയിട്ട്. പക്ഷേ പുള്ളി വിലയൊന്നും കുറച്ചില്ല. എനിക്ക് ആ അടീനിയത്തിന് ചോദിച്ച ആ വില തന്നെ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കാരണം ആൾക്കറിയായിരുന്നു അത് മുരടിപ്പൊന്നും ഉള്ള അടീനിയമല്ല, നല്ല അടീനിയമായിരുന്നു എന്ന്. ഈ അടീനിയം ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് 1-2 വർഷമായി കേട്ടോ. അന്ന് മുതൽ ഇവളീ കുഞ്ഞി പൂക്കളാണ് ഇടാറുള്ളത്. മെറൂൺ കളറാ അതോ ഇനി കടും ചുമപ്പ് കളറാണോ എന്നൊന്നും ഈ പ്ലാന്റിനെ കുറിച്ച് അല്ലെ ഈ പൂവിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇത് നല്ല കറുപ്പ് കൂടിയ ഒരു കളറാണ്. ആദ്യമേ ഒരു റെഡ് കളറാണ് ഇതിൻ്റെ ചുറ്റിനും നിൽക്കുന്നത്. പിന്നെയാണ് ഈ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതായിട്ടങ്ങ് കളറാകും, നല്ല അടിപൊളി കളറ്. ഞാൻ ഈ പ്ലാന്റിനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? ഒരു നഴ്സറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ ഒരു അടീനിയം പ്ലാന്റുകളോ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഒരു അളവിൽ മാത്രമേ അടീനിയം പ്ലാന്റുകൾ കാണാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുമല്ലോ ഇന്ന കളർ പൂവ് ഇന്നതാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ആ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇച്ചിരിയുടെ സൗകര്യം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റുകളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കിതിൻ്റെ കളറുകളൊന്നും അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ചില നഴ്സറികളിൽ ചെല്ലുമ്പോൾ പൂവൊന്നും ഇല്ലാതെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അടീനിയം വെറൈറ്റി പ്ലാന്റുകൾ ഒത്തിരി വേണ്ടിയതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഓരോരുത്തരെ കൂടെ കൂട്ടുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അടീനിയം പ്ലാന്റിൻ്റെ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകളില്ലെങ്കിലും 1-2 പ്ലാന്റുകളെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു രസമായിരിക്കും. ആ പൂക്കൾ കണ്ട് ആസ്വദിക്കാനായിട്ട് അത്ര നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അപ്പോഴിതാണ് ഇന്നത്തെ കൊച്ചു സുന്ദരിയുടെ വിശേഷം. നിങ്ങൾക്കും ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ദിവസം നല്ലൊരു പ്ലാന്റും നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.